إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കണമെന്നാദ്യമായി എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ ഒരുപാട് ശൈലികളിൽ ഒരു പ്രധാനപ്പെട്ട ശൈലിയാണ് ഒരു സ്ഥലത്ത് അല്ലാഹു സംക്ഷിപ്തമായി പറഞ്ഞൊരു കാര്യം മറ്റൊരു സ്ഥലത്ത് അത് സവിസ്തരം പ്രതിപാദിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുക എന്നത്. അതുപോലെ അള്ളാഹു പറഞ്ഞൊരു കാര്യമാണ് 39-ാം അധ്യായം സൂറത്തു സുമറിലെ 9-ാമത്തെ ആയത്ത്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബിയെ നീ പറയുക, ചോദിക്കുക, പണ്ഡിതരും പാമരരും തുല്യരാകുമോ? അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ എന്ന്. അതിൻ്റെ ഒരു വിശദീകരണമെന്നോണം സൂറത്തുൽ ഹശ്റിലെ 20-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗ്ഗക്കാരും നരകക്കാരും തുല്യരല്ല, സ്വർഗ്ഗക്കാരാണ് വിജയികൾ എന്ന് അല്ലാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ വിജ്ഞാനം കരസ്ഥ സ്വർഗ്ഗക്കാരുടെ ഏറ്റവും വലിയ സവിശേഷതയായി അള്ളാഹു ഇവിടെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിറിന്റെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ഒന്നുകൂടി അത് വിശദീകരിക്കുന്നുണ്ട്. വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ
ولا الظلمات ولا النور ولا الظل ولا الحرور وما يستوي الأحياء ولا الأموات. അള്ളാഹു പറയുകയാണ്, കണ്ണ് കാണുന്നവനും അന്ധനും സമമാവുകയില്ല. ചൂടേറിയ വെയിലും തണലും തുല്യമല്ല. കൂരിട്ടവും നല്ല പ്രകാശവും ഒരിക്കലും സമമല്ല. ചത്തുപോയതും ജീവനുള്ളതും തുല്യമല്ല എന്ന് വിശദീകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അറിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ അറിവിന്റെ നിഴലിലാണുള്ളത്, തണലിലാണ്. അതുപോലെ അയാൾ കൂരിട്ടിലല്ല, നല്ല പ്രകാശപൂരിതമായ അവസ്ഥയിലാണുള്ളത്. അതുപോലെ അയാൾ ജീവസുറ്റ ആളാണ്, ഒരിക്കലും ചത്തുപോയവനെ പോലെയല്ല എന്ന് അല്ലാഹു ഖുർആനിന്റെ മറ്റൊരു സ്ഥലത്ത് വളരെ വിശദമായി വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ നമ്മൾ നോക്കിയാൽ പ്രധാനമായും 3 കണ്ടന്റാണുള്ളത്. ഒന്ന് തൗഹീദാണ്, മറ്റൊന്ന് റിസാലത്താണ്, മറ്റൊന്ന് ആഖിറത്താണ്. ഒന്ന് അല്ലാഹുവിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പ്രവാചകന്മാരെ കുറിച്ചാണ്, അതല്ലെങ്കിൽ പരലോകത്തെ കുറിച്ചാണ്. ഖുർആനിലെ പ്രധാനമായ ഈ 3 കണ്ടന്റുകൾ പറയുന്നതിന്റെ മുമ്പ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതെന്താണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകാന്തനായി ഹിറാ ഗുഹയിൽ ധ്യാനനിമഗ്നനായിരിക്കുമ്പോൾ 7 ആകാശത്തിനപ്പുറത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ അരികിൽ കടന്നു വന്നുകൊണ്ട് ആദ്യമായി പറഞ്ഞ വിഷയം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ്. സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവിന്റെ നാമത്തിൽ, റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക, പഠിക്കുക, വളരുക എന്നത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപനങ്ങളിൽ ഒന്നാണ്. വായിക്കുക, പഠിക്കുക, മനനം ചെയ്യുക, ഗവേഷണം നടത്തുക, ചിന്തിക്കുക എന്നതൊക്കെ ഇസ്ലാം വലിയ പ്രാധാന്യത്തോടു കൂടി കാണുന്ന കാര്യമാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആരംഭിച്ചത് നിസ്കരിക്കണമെന്ന് കൽപ്പിച്ചത് കൊണ്ടല്ല, അതല്ലെങ്കിൽ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് വായിക്കാൻ പറഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ടെന്നാൽ അറിവില്ലാതെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല. അറിവാണ് എല്ലാ ഇബാദത്തുകളുടെയും ജീവൻ എന്ന് അദ്ദേഹം പ്രത്യേകം തഫ്സീറിൽ എടുത്തു കൊടുക്കുന്നത് കാണാൻ കഴിയും. അവ്വലു നിഅമത്തിൻ അൻഅമ അല്ലാഹു ബിഹാ അലാ ഹാദൽ ഇൻസാനി ബഅദ ഖൽഖിഹി അൻ അല്ലമഹു. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു അവന് നൽകിയ ഒന്നാമത്തെ നിഅമത്ത് എന്ന് പറയുന്നത് അവന് അറിവ് നൽകി എന്നുള്ളത് കൊണ്ടാണ്. വിജ്ഞാനമാണ് ഏറ്റവും മഹത്തായ ഗുണം എന്നും അത് നേടിയെടുക്കാനുള്ള ആഗ്രഹവും അതിനോടുള്ള താല്പര്യവുമാണ് ഏറ്റവും ഉത്തമമായ പ്രവർത്തനം, ഇബാദത്ത് എന്നും അദ്ദേഹം തഫ്സീറിൽ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് അറിവ് നേടുക എന്നത് വലിയൊരു ഇബാദത്താണ്, വലിയ ഒരു പ്രോത്സാഹനം നൽകിയ ഒരു സംഗതിയാണ്. അത് നമ്മുടെയൊക്കെ ബാധ്യത കൂടിയാണ്. അറിവ് പഠിക്കുക എന്നത്, മതവിജ്ഞാനം നേടിയെടുക്കുക എന്നത് നമ്മുടെയൊക്കെ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകമുണ്ട്, ഹാജത്തുൻ നാസി ലിൽ ഇൽമി അശദ്ദു മിൻ ഹാജതിഹി മിനൽ തആമി വശറാബ്. മനുഷ്യന് എത്രത്തോളം ഭക്ഷണവും പാനീയവും ആവശ്യമുണ്ടോ അതിനേക്കാൾ ആവശ്യമാണ് ഇൽമ് എന്നത്. കാരണം ഒരു ദിവസം ഭക്ഷണത്തിനോ വെള്ളത്തിനോ ആവശ്യമുള്ളത് 1 or 2 തവണയാണെങ്കിൽ സഹോദരങ്ങളെ, വഹാജതുഹു ഇലൽ ഇൽമി ബിഅദദി അൻഫാസിഹി, അറിവിന് അവന് എത്രത്തോളം എന്ന് വെച്ചാൽ അവന്റെ ഓരോ ശ്വാസത്തിനും അറിവ് അത്യാവശ്യമാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാൻ കഴിയും. ഇസ്ലാം അത്രയും പ്രാധാന്യം അറിവിന് നൽകിയിട്ടുണ്ട്. നമുക്ക് നിങ്ങൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ബന്ദികൾ, തടവുകാർ. ബദർ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ട മുശ്രിക്കുകളിൽപ്പെട്ട എഴുത്തും വായനയും അറിയുന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മോചന ദ്രവ്യമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് മദീനയിലുള്ള 10 മുസ്ലിം കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കാൻ വേണ്ടിയാണ്. സമ്പത്തിന് ആവശ്യമില്ലാതിരുന്നത് കൊണ്ടല്ല, അവിടുത്തെ ആ നാട് വികസിക്കാൻ സമ്പത്ത് അത്യാവശ്യമായിരുന്നു. സമ്പത്ത് ഏറെ ആവശ്യമുള്ള ഒരു ഘട്ടം കൂടിയായിരുന്നു അത്. ഒരു അടിമയെ മോചിപ്പിക്കാൻ
4000 ദിർഹം വേണമായിരുന്നുവെന്ന്. അത്രയും സമ്പത്ത് അതിന് ലഭിക്കുമായിരുന്നു. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ള 10 മുസ്ലിം കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കാനാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചന ദ്രവ്യമായി ആവശ്യപ്പെട്ടത് എന്നത് യുദ്ധമുഖത്ത് പോലും വിദ്യാഭ്യാസത്തിന് ഇസ്ലാം നൽകിയ പ്രാമുഖ്യം ഇതിൽ കൂടുതൽ എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? അതുകൊണ്ട് നമ്മൾ നന്നായി പഠിക്കുന്നവരായി വളരണം. ഇസ്ലാം ഭൗതിക വിദ്യാഭ്യാസമെന്നോ അതല്ലെങ്കിൽ ആത്മീയ വിദ്യാഭ്യാസമെന്നോ അറിവുകളെ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നൊന്നുമില്ല. രണ്ടും ആവശ്യമുള്ളതാണ്, രണ്ടും പരസ്പരം പൂരകങ്ങളാണ്. ലൗകികമായ അറിവുകൾ ഈ ദുനിയാവിലെ ജീവിതം സുഗമമാക്കുമ്പോൾ മതപരമായ വിദ്യാഭ്യാസം നാളെ പരലോകത്തെ സുഗന്ധപൂരിതമാക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യുന്നു എന്നത് വസ്തുതയാണ്. നമുക്കറിയാമല്ലോ, ഇരു കണ്ണുകളും ഉള്ളവനാണ് കാഴ്ച പൂർണ്ണമാകുന്നത് എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. അതുപോലെ ഭൗതിക വിജ്ഞാനത്തോടൊപ്പം തന്നെ മതബോധം കൂടുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണനായി മാറുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചത് പരലോകത്തെ രക്ഷപ്പെടുത്തണം, അവിടെ നന്മയുണ്ടാകണം എന്ന് മാത്രമല്ല, ഈ ദുനിയാവിലെ നന്മയെ കൂടി നമ്മൾ തേടണം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ദുആ ചെയ്തിരുന്ന ഒരു ദുആ കൂടിയാണത്. ഈ ദുനിയാവിലെ ഹസനത്തിനെ, നന്മയെ അല്ലാഹുവേ നീ എനിക്ക് നൽകണമേ, അതോടൊപ്പം ആഖിറത്തിലെ ഹസനത്തും നീ എനിക്ക് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ ഈ പ്രാർത്ഥനയുടെ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു കാര്യം ഇങ്ങനെയാണ്: ഫജമഅത് ഹാദിഹി ദഅവതു കുല്ല ഖൈറിൻ ഫിദ്ദുനിയ വസറഫത് കുല്ല ശർറിൻ. ഈ പ്രാർത്ഥന ദുനിയാവിലെ എല്ലാ നന്മകളെയും ഒരുമിച്ച് കൂട്ടുകയും എല്ലാ തിന്മകളെയും അത് തടയുകയും ചെയ്യുന്നു എന്നതാണ്. ഇവിടെ ദുനിയാവിലെ നന്മ ഹസനത്ത് എന്നാൽ നല്ല ആരോഗ്യം, നല്ല ഒരു വീട്, നല്ല ഉപജീവനം, നല്ല ഒരു പെണ്ണ്, നല്ല ഹലാലായ ഒരു ജോലി എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അൽ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ് എന്ന് പണ്ഡിതന്മാരൊക്കെ അവരുടെ തഫ്സീർ രേഖപ്പെടുത്തിയ കാര്യമാണ്. ദുനിയാവിലെ നന്മ എന്ന് പറഞ്ഞാൽ ഉപകാരപ്രദമായ വിജ്ഞാനമാണ്. അതായത് ഈ ലോകത്ത് അന്തസ്സായി ജീവിക്കാനുള്ള വിജ്ഞാനവും അതിൽ ഉൾപ്പെടുന്നു എന്നതിൽ സംശയമൊന്നുമില്ല. മതപഠനമില്ലാത്ത ഭൗതിക വിദ്യാഭ്യാസം നിയന്ത്രണമില്ലാത്ത വാഹനം പോലെയാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. തീർച്ചയായും ഭാവിയിൽ അത് അപകടം വരുത്തി വെക്കും. തീർച്ചയാണ് ആ വിഷയം. അതുകൊണ്ട് ഇസ്ലാം ഭൗതിക വിദ്യാഭ്യാസത്തിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, മറിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ മുൻഗാമികൾ അങ്ങനെ തന്നെയാണ്. മഹാന ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഭൗതിക വിദ്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി വൈദ്യശാസ്ത്രത്തെ അദ്ദേഹം കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണാം: ലാ അഅലമു ഇൽമൻ ബഅദൽ ഹലാലി വൽ ഹറാമി അൻബല മിനത് തിബ്ബി എന്നാണ്. ഹലാലും ഹറാമും പഠിക്കുന്ന ദീനി വിജ്ഞാനം കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു വിജ്ഞാനവും എനിക്കറിയില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണാം. അദ്ദേഹം മതം പഠിക്കുന്നതോടൊപ്പം അതുപോലെ ഭൗതികമായ വിജ്ഞാനങ്ങളിൽ നല്ല നിലവാരം പുലർത്തിയിരുന്ന പണ്ഡിതനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുൻഗാമികൾ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ ഓതി വെച്ച ആ വചനമുണ്ടല്ലോ, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യം ഉൾക്കൊണ്ട് നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഭൗതികപരമായും ഒരുപാട് വിജ്ഞാന മേഖലകൾ അവർ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്ന് ചരിത്രങ്ങൾ വായിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. സ്പെയിനിലെ ഇസ്ലാമിക വളർച്ചയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ പ്രകാശ ശാസ്ത്ര പിതാവായ ഇബ്നുൽ ഹൈസം ഉണ്ടായത് ഈ പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, അദ്ദേഹം ഒരുപാട് കാലം ജയിലിൽ ജീവിച്ച വ്യക്തിയാണ്. ജയിലിൽ അദ്ദേഹം ജീവിച്ചപ്പോൾ ജയിലിന് അദ്ദേഹം ഒരു ദ്വാരമുണ്ടാക്കുകയാണ്. കൂടെയുള്ളവർ കുറെ കാലമായി ഇദ്ദേഹം ഈ ദ്വാരമുണ്ടാക്കുന്നു, അതിലൂടെ അദ്ദേഹം നോക്കുന്നു എന്താണ് ഇദ്ദേഹം ഈ നിരീക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ച് അവർ കുറെ കാലമായി നോക്കി നിൽക്കുന്നു. അതിലൂടെയാണ് ഇൻട്രോവിഷൻ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം അദ്ദേഹം രൂപപ്പെടുത്തിയെടുക്കുന്നത്. ചിന്തിക്കുകയാണ്,
മനനം ചെയ്യുകയാണ്, ഗവേഷണം ചെയ്യുകയാണ്. ഭൗതിക വിജ്ഞാനങ്ങളിൽ ഒട്ടും കുറവായിരുന്നില്ല നമ്മുടെ മുൻഗാമികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തത്വചിന്തകനും ശാസ്ത്രകാരനുമായി അറിയപ്പെട്ട ഇബ്നു റുഷ്ദ് ഇസ്ലാമിക ലോകത്ത് ഉണ്ടായത് എങ്ങനെയാണ്? വൈദ്യരംഗത്ത് അനിഷേധ്യമായ സംഭാവനകൾ അർപ്പിച്ച ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടായത് ആ രൂപത്തിൽ തന്നെയാണ്. വിശ്വ സാഹിത്യകാരനായി അറിയപ്പെട്ട ഇബ്നു ഖുതൈബ റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടായതും അങ്ങനെ തന്നെയാണ്. സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെട്ട ഇബ്നു ഖൽദൂൻ ഉണ്ടായതും അങ്ങനെ തന്നെയാണ്. വൈമാനിക കണ്ടുപിടുത്തങ്ങൾക്ക് നേതൃത്വം നൽകിയ അബ്ബാസ് ഇബ്നു ഫർനസും ഉണ്ടായത് ആ രൂപത്തിലാണ്. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഭൗതികമായും വിജ്ഞാനങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തുകയും അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവരുമായിരുന്നു എന്നത് തന്നെ ഇസ്ലാം ഭൗതിക വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ചരിത്രത്തിൽ അറിയപ്പെട്ട മഹാനായ ഒരു പണ്ഡിതനാണ് ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് അൽ ഫുനൂൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അൽ ഫുനൂൻ എന്ന് പറയുന്ന ഗ്രന്ഥം സഹോദരങ്ങളെ 800 വാള്യമാണ്. 800 പേജല്ല, 800 വാള്യം അതിനുണ്ട്. ഓരോ വാള്യത്തിലും 600-ലേറെ പേജുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കത് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ, 600 പേജിലധികമുള്ള 800 വാള്യങ്ങളാണ് അദ്ദേഹം എഴുതി കൂട്ടിയത് എന്നത് ഇസ്ലാം വിജ്ഞാനത്തിന് നൽകുന്ന പ്രാധാന്യമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ മുതിർന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഒരു ഹദീസ് ഇന്നാലിന്ന സ്ഥലത്തുണ്ട്, അതൊരു അറിവാണ്, വിജ്ഞാനമാണ്. ഒരൊറ്റ ഹദീസ് സ്വീകരിക്കുന്നതിന് വേണ്ടി 2000-ലധികം കിലോമീറ്ററുകൾ നടന്നുകൊണ്ട് അദ്ദേഹം യാത്ര പുറപ്പെട്ടു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിന്റെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടി ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ അരികിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും പോകാറുണ്ടായിരുന്നു എന്ന് അവരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ടാം ഷാഫിഈ എന്നറിയപ്പെട്ട മഹാനായ പണ്ഡിതനാണ്. വെറും 43 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രായമുള്ളത്. വിജ്ഞാനത്തിന്റെ ആസ്വാദനത്തിൽ മുഴുകി കല്യാണം കഴിക്കാൻ പോലും മറന്നുപോയി എന്നാണ് ചില പണ്ഡിതന്മാർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. പണ്ഡിതന്മാര് പറയാൻ, അദ്ദേഹം ജീവിച്ച ദിവസങ്ങളുടെ എണ്ണവും അദ്ദേഹം രചിച്ച പുസ്തകങ്ങളുടെ പേജുകളുടെ എണ്ണവും കൂട്ടി നോക്കിയാൽ അദ്ദേഹം രചിച്ച പേജുകളുടെ എണ്ണമാണ് ജീവിച്ച ദിവസങ്ങളെക്കാൾ കൂടുതൽ എന്ന് പണ്ഡിതന്മാര് പറയുന്നു. നോക്കൂ നിങ്ങൾ, ഒരു ദിവസം 16ഓളം പേജുകളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് എന്നർത്ഥം. എത്ര മാത്രമാണ് അറിവിന്റെ മേഖലയിൽ, വിജ്ഞാനത്തിന്റെ വായനയുടെ ലോകത്ത് അവർ കഴിച്ചുകൂട്ടിയത് എന്ന് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. അസഹുൽ കിതാബി ബഅദ കിതാബില്ലാ, അള്ളാന്റെ കിതാബ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും സഹീഹായ ഗ്രന്ഥം എന്ന് പണ്ഡിത ലോകം എല്ലാം വിശേഷിപ്പിച്ച സഹീഹുൽ ബുഖാരി ഇല്ലേ, ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി. ആ ബുഖാരിക്ക് വിശ്വവിഖ്യാതമായ ഒരു ശറഹ് ഗ്രന്ഥമുണ്ട്, ഫത്ഹുൽ ബാരി എന്നാണ് പേര്. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഗ്രന്ഥമാണ്. ആ ഫത്ഹുൽ ബാരി സഹോദരന്മാരെ, ഇമാം ബുഖാരി എഴുതിയ സഹീഹുൽ ബുഖാരിയുടെ ശറഹാണ്, വിശദീകരണമാണ്. ആ വിശദീകരണ ഗ്രന്ഥം പോലും ഈ അടുത്ത് മരിച്ചുപോയ ഇബ്നുൽ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കണ്ണു കാണില്ല അദ്ദേഹത്തിന്. എന്നിട്ട് പോലും അത് മനഃപ്പാടമായിരുന്നുവെങ്കിൽ അവർ വിജ്ഞാനത്തിന്റെ വഴിയിൽ എത്ര സമയമാണ് ചിലവഴിച്ചത്. ഇമാം തൊബ്രിയെ കുറിച്ച് ആദ്യകാല പണ്ഡിതനാണ്. ഹിജ്റ 310 അദ്ദേഹം വഫാത്താകുന്നത്. തഫ്സീർ തൊബ്രിയെ എഴുതിയ മഹാനായ പണ്ഡിതൻ. ആ ഇമാം തൊബ്രിയെ കുറിച്ച് ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ബഗ്ദാദിലേക്ക് അദ്ദേഹം വന്നതിന് ശേഷം 40 വർഷക്കാലമാണ് അദ്ദേഹം ജീവിച്ചത്. ഓരോ ദിവസവും 40 പേജുകൾ അദ്ദേഹം രചിക്കാറുണ്ട് എന്നാണ്. ഓരോ ദിവസവും 40 പേജുകൾ രചിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ 40 വർഷം അദ്ദേഹം ബഗ്ദാദിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും 40 പേജുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടെങ്കിൽ 6 ലക്ഷത്തിലധികം പേജുകളാണ് അദ്ദേഹം ബഗ്ദാദിൽ വെച്ച് എഴുതിയത് എന്നതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പഴമക്കാര് പറഞ്ഞത് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നത്. പക്ഷേ ഇന്ന് വിദ്യ തന്നെ ധനം,
ധനം തന്നെ പ്രധാനം എന്ന അവസ്ഥയിലേക്ക് നമ്മളൊക്കെ കൂപ്പുകുത്തിയിരിക്കുന്നു. അതിൽ നിന്ന് വഴിമാറി വിജ്ഞാനത്തിന്റെ വഴിയിലോട്ട് നമ്മൾ വരണം. നന്നായി നമ്മൾ വായിക്കണം, പഠിക്കണം, നല്ല അറിവുള്ളവരായി വിജ്ഞാനത്തിൽ ഓരോ മിനിറ്റിലും സെക്കൻഡിലും ദിവസം കഴിഞ്ഞു പോകുമ്പോൾ അറിവിൽ ഉയർച്ചയുള്ളവരായി വളരുന്നവരായി നമ്മൾ മാറണം. അള്ളാഹുവിന് നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു പക്ഷിക്ക് ആകാശത്ത് ഉയർന്നു പറക്കണമെങ്കിൽ 2 ചിറകുകൾ അത്യാവശ്യമാണ്. ആ 2 ചിറകുകളും ശക്തമായിരിക്കണം. ഒരു ചിറക് മാത്രമായാൽ ആ പക്ഷിക്ക് പറക്കാൻ കഴിയില്ല, അത് നിലത്ത് വീണു പോകും. നമ്മൾ കാണാറുള്ളത് നമ്മുടെ മക്കളുടെ ജീവിതമാകുന്ന പക്ഷിയുടെ 2 ചിറകുകളാണ് ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും എന്നത്. സ്കൂൾ പഠനമാകുന്ന ഒരു ചിറക് മാത്രം വളരുകയും മദ്രസ പഠനമാകുന്ന മറുചിറക് തളർന്നു പോവുകയും ചെയ്താൽ ഈ ദുനിയാവിന്റെ പ്രലോഭനങ്ങളിൽ അവർ തകർന്നു വീഴുമെന്ന് തീർച്ചയാണ് സഹോദരങ്ങളെ. മതപഠനത്തിന് നമ്മൾ സമയം കൊടുത്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ മതം പഠിക്കുന്ന മദ്രസ സമയത്തും അവർ സ്കൂൾ പഠനത്തിന് വേണ്ടി സമയം നമ്മൾ മാറ്റിവെച്ചാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ധാരാളം ഉണ്ടാക്കുമെന്നാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ച ഒരു റിസ്കുണ്ട്, അതേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അറിവ് നേടുക എന്ന്, മതം പഠിക്കുക എന്ന്, അതിനേക്കാൾ വലിയ ഇബാദത്ത് വേറെ ഏറെ ഉള്ളത്. വലിയ ഇബാദത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും നമ്മുടെ മുൻഗാമികൾ മാതൃക കാണിക്കുകയും ചെയ്ത ഒരു മേഖലയാണത്. മതപഠനം ഒരാൾ പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തിന് നമ്മുടെ മുൻഗാമികൾക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല എന്നതാണല്ലോ ഞാൻ സൂചിപ്പിച്ചു വച്ചത്. അതുകൊണ്ട് ഈ ദുനിയാവിന്റെ പ്രലോഭനങ്ങളിൽ പെടാൻ കാരണം മതവിദ്യാഭ്യാസം അവർക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇരു ലോകത്തും അവർക്ക് ഉയരങ്ങളിലേക്ക് പറക്കണമെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസവും വേണം. അതോടൊപ്പം അതല്ല, മതവിദ്യാഭ്യാസത്തോടൊപ്പം അവർക്ക് ഭൗതിക വിദ്യാഭ്യാസവും ഉണ്ടായിരിക്കേണ്ടതാണ്. നമുക്ക് നിങ്ങൾ മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം നൽകുക എന്നത് മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മുടെയൊക്കെ നിർബന്ധ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം അറിവില്ലാത്തവനെ അള്ളാഹുവിനെ ഭയപ്പെടാൻ കഴിയില്ല. ഇത് വിശുദ്ധ ഖുർആൻ പറയുന്ന സംഗതിയാണ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ് അള്ളാഹിനെ ഭയപ്പെടാൻ കഴിയുക. ഈ അറിവ് പഠിക്കാത്തവൻ എങ്ങനെയാണ് അള്ളാഹിനെ ഭയപ്പെടാൻ കഴിയുന്നത്? മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. കുല്ലമാ കാനത്തിൽ മഅരിഫതു ബിഹി അതമ്മ വൽ ഇൽമു ബിഹി അക്മൽ കാനത്തിൽ ഖശ്യതു ലഹു അഅ്ദമ വ അക്സർ എന്നാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനം എത്രത്തോളം പൂർണ്ണവും സമ്പൂർണവുമാകുന്നുവോ അത്രത്തോളം അവനോടുള്ള ഭയവും ആദരവും മനുഷ്യനിൽ എന്നും വലുതായിരിക്കും, അധികരിച്ചുകൊണ്ടിരിക്കും എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മക്കൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കാണാത്ത സ്ഥലത്താണെങ്കിലും ഇടങ്ങളിലാണെങ്കിലും തിന്മകളിൽ നിന്ന് നമ്മുടെ മക്കൾ മാറി നിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുകൾ അവർക്ക് ലഭിക്കണം. അതെങ്ങനെയാ സാധിക്കുക? അത് മദ്രസകളിലൂടെയാണ് ഉണ്ടാകുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിലെ മദ്രസകൾ കേവലം അക്ഷരക്കൂട്ടങ്ങൾ പഠിപ്പിക്കുന്ന ഇടങ്ങളാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. അവ നന്മയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്ന കളരികളാണ് എന്ന് നമ്മളൊക്കെ തിരിച്ചറിയുക. മദ്രസകളിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ്, പ്രവാചകന്മാരെ കുറിച്ചാണ്. അവരെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന്, മുതിർന്നവരെയും പ്രായമുള്ളവരെയും വൃദ്ധന്മാരെയും ആദരിക്കണം എന്ന്, മാതാപിതാക്കളെ അനുസരിക്കണം എന്നാണ് മദ്രസകളിൽ അധ്യാപകർ പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ
അധാർമികത വെടിയാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആരിലെങ്കിലും ഒരു നന്മ അള്ളാഹു ഉദ്ദേശിച്ചാൽ മതത്തിൽ അവന് അതിയായ ജ്ഞാനം നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സംഗതിയാണ്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ചെറുപ്പകാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മ മദ്രസയിൽ പറഞ്ഞയക്കുന്ന സമയത്ത് നൽകിയ ഒരു ഉപദേശം വളരെ വിഖ്യാതമായ ഒരു ഉപദേശമാണ്. ഉമ്മ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറയുന്നത്, ഇദ്ഹബ് ഇലാ റബീഅ ഫതഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി എന്നാണ്. മോനെ, നീ നിന്റെ ഗുരുനാഥനായ റബീഅയുടെ അടുത്ത് പോവുക, അദ്ദേഹത്തിന്റെ അറിവ് പഠിക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തോടുള്ള മര്യാദ അദ്ദേഹത്തിൽ നിന്ന് നീ പഠിക്കണം എന്നാണ്. സൽസ്വഭാവവും മര്യാദയുമാണ് ഇൽമു പഠിക്കുന്നതിന് മുമ്പ് കുട്ടികളിൽ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. എല്ലാ സൗകര്യങ്ങളും നമ്മളാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. മക്കളുടെ പഠനത്തിന് ആവശ്യമായ പുസ്തകങ്ങൾ, കുടകൾ, വസ്ത്രങ്ങൾ ഉപ്പ ഉമ്മ എന്നുള്ള നിലക്ക് നമ്മളാണത് വാങ്ങി കൊടുക്കേണ്ടത്. ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ സൗകര്യങ്ങൾ നമ്മളാണ് ഒരുക്കി കൊടുക്കേണ്ടത്. അതിനപ്പുറത്ത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ചെലവഴിക്കലാണ്. അതിനൊക്കെ നമുക്ക് കൂലിയുണ്ട്. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് വാങ്ങിച്ചു കൊടുക്കാൻ അത് സദഖയാണ്. അതാണ് ഏറ്റവും അഫ്ളലായ സദഖ, കുടുംബത്തിന് നമ്മൾ ചെലവഴിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതിനേക്കാളൊക്കെ ഏറെ സഹോദരങ്ങളെ, അവർക്ക് നല്ല അച്ചടക്കവും ദീനീ ബോധവും നമ്മൾ പകർന്നു നൽകണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ നഹല വാലിദുൻ വലദൻ മിൻ നഹ്ലിൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ എന്നാണ്. ഒരു പിതാവിന് തന്റെ മകന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നല്ല സൽസ്വഭാവമാണ്, നല്ല അച്ചടക്കമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഡിജിറ്റൽ നിയന്ത്രണം എന്നത്. മൊബൈൽ ഫോണിന്റെയും ടിവിയുടെയും ഉപയോഗം കർശനമായി നമ്മൾ നിയന്ത്രിച്ചേ മതിയാവുകയുള്ളൂ. നമ്മൾ നിയന്ത്രിക്കണം. അതുപോലെ മക്കളുടെ പഠനത്തെ കുറിച്ചുള്ള ഒരു അന്വേഷണം നിരന്തരമായി അധ്യാപകരുമായി നമ്മൾ ചർച്ച ചെയ്യാം. മക്കൾ എല്ലാ ദിവസവും മദ്രസയിൽ വരുന്നുണ്ടോ, സ്കൂളിൽ വരുന്നുണ്ടോ, എന്താ അവന്റെ അവസ്ഥ, പഠനം എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കണം. നിരന്തരമായി നമ്മൾ അധ്യാപകരുമായി ഇടപെടണം. അതോടൊപ്പം തന്നെ പാവപ്പെട്ട കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കണം. പുതിയ അധ്യയന വർഷം തുടങ്ങിക്കഴിഞ്ഞു, കുറച്ചങ്ങ് എത്തി നിൽക്കുമ്പോ പുതിയ വസ്ത്രങ്ങളും ബാഗുകളുമായി നമ്മുടെ മക്കൾ സന്തോഷിക്കുമ്പോൾ പഠന ചെലവുകൾക്ക് വകയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, രക്ഷിതാക്കളുണ്ട്, നമുക്ക് ചുറ്റും അല്ല നമുക്കിടയിൽ പോലുമുണ്ട്. അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. അയൽപ്പക്കത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകങ്ങളോ കുടയോ വാങ്ങി നൽകാൻ നമ്മളൊക്കെ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത്. നോക്കൂ, നിങ്ങൾ പറഞ്ഞില്ലേ, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി എന്നാണ്. തന്റെ സഹോദരനെ സഹായിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം അവനുണ്ടാകും എന്നാണ് ആ പറഞ്ഞതിന്റെ ആശയം. സഹോദരങ്ങളെ, ഒരൊറ്റ കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ, ഏതൊരു വിത്തും നല്ല മണ്ണിൽ പാകിയാലാണ് അതൊരു വടവൃക്ഷമായി മാറുന്നത്. നമ്മുടെ മക്കളാകുന്ന വിത്തുകൾ നല്ല സൽസ്വഭാവമുള്ളവരായി, നല്ല അച്ചടക്കമുള്ളവരായി വളരാൻ കുടുംബമാകുന്ന നമ്മുടെ മണ്ണ് നന്നായേ തീരൂ. അതുകൊണ്ട് മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മൾ അവർക്കൊരു മാതൃകയാകണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ഈ തിരുരങ്ങാടി ഇവിടുത്തെ മദ്രസയിൽ ഡെയിലി മദ്രസയാണ്. 6:45 മുതൽ 8 വരെയാണ് ഉള്ളത്. സഹോദരങ്ങളെ, അതിൽ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയച്ചിട്ടില്ല, ഇന്ന് ആരാ പറഞ്ഞയക്കുക? ആകെ കിട്ടുന്ന മതപഠനത്തിന് സമയം അതാണ്, അതേ നമ്മൾ ചെലവഴിക്കുന്നുള്ളൂ ഒരു ദിവസത്തിൽ. അതിന് പോലും സ്കൂൾ പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ പരലോകത്ത് നമ്മൾ മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. ആ ഒരു സമയം കൂടി സ്കൂൾ പഠനത്തിന് വേണ്ടി ചെലവഴിച്ചാൽ കുറെ എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ അത് വിഡ്ഢിത്തമാണ് സുഹൃത്തുക്കളെ. അത് നമ്മൾ തിരിച്ചറിയും. അതോടൊപ്പം തന്നെ നമ്മളെ മദ്രസയെ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഒരു മഹലിൽ, നമ്മുടെ ഒരു ഈ ഭാഗത്തുള്ള മദ്രസയെ നമ്മളാണ് സഹായിക്കേണ്ടത്. അത് നമ്മുടെ മക്കൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു വിജ്ഞാനത്തെ സഹായിക്കലാണ്, മതത്തെ സഹായിക്കലാണ്, അള്ളാഹിന്റെ മാർഗത്തിലുള്ള ഒരു സഹായമാണ്, ജാരിയായ ഒരു സ്വതക്ക കൂടിയാണ്. മദ്രസയിൽ നമ്മൾ സഹായിച്ചാൽ ഒരു കുട്ടി എത്രത്തോളം മതം പഠിക്കുന്നോ, വിജ്ഞാനം കരസ്ഥമാക്കുന്നോ, ഖുർആൻ പഠിക്കുന്നോ, ഹദീസ് പഠിക്കുന്നോ, ചരിത്രം പഠിക്കുന്നോ, അതിന്റെ ഒക്കെ കൂലി നമുക്ക് കിട്ടുകയാണ്. ഇനി അവൻ വലുതായി അവൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിനും കൂലി നമ്മക്കാണ്. ഇനി ഭാവിയിൽ അവൻ വലുതായി ഒരു പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായാൽ അവരാർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു, അതിന്റെ ഒക്കെ കൂലി. നമ്മൾ മരിച്ചാലും നമ്മൾ ഖബറിലേക്ക് വരുന്ന തിജാറത്തല്ലൻ തബൂർ, നഷ്ടം പറ്റാത്ത കച്ചവടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വരിസംഖ്യ
എല്ലാ മാസവും നമ്മൾ മദ്രസയിലേക്ക് മാറ്റിവെക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മൾ കളക്ഷൻ എടുക്കുന്നത് നമ്മുടെ മദ്രസക്ക് വേണ്ടിയാണ് എന്നുകൂടി സൂചിപ്പിക്കുക. എല്ലാവരും കാര്യമായി തന്നെ സഹകരിച്ചും നമ്മുടെ മക്കളെ മദ്രസകളിലേക്ക് പറഞ്ഞയക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം. അതിനൊരു സെക്കൻഡറി ആയി നമ്മൾ കാണരുത്. അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് തിരിച്ചറിഞ്ഞ്, മതമില്ലെങ്കിൽ, അതിന്റെ വിദ്യാഭ്യാസം ഇല്ലെങ്കിലുള്ള പ്രശ്നമാണ് നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിജ്ഞാനത്തിന്റെ വഴിയിൽ ധാരാളമായി ഇറങ്ങി പുറപ്പെടാൻ നമ്മുടെ മക്കളെ അതിനെ പറഞ്ഞയക്കാൻ നമ്മളും തന്നെ വായിച്ചു വളരാൻ പഠിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين. قوموا إلى صلاتكم.